പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ, കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ വ്യൂ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ലൈഡ് ഷോ ചെയ്തിരിക്കുന്നു, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീമതി റെനി സൂചിപ്പിച്ച പോലെ ഇന്ന് വേൾഡ് ഒട്ടർ ഡേ ആണ്. നമുക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത ഒരു ദിവസമാണ്. നമ്മൾ പല ദിവസങ്ങളും ആചരിക്കാറുണ്ടെങ്കിലും വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ഒട്ടർ ഡേ ഒക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ആചരിച്ചു വരുന്നത്. ഇന്ത്യയിൽ പോലും അങ്ങനെ വ്യാപകമായിട്ട് ആചരിക്കാത്ത ഒരു ഡേ ആണിത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ടെങ്കിൽ കൂടി ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് എല്ലാ ജീവികളുടെയും, കടുവയിലോ ആനയിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റു ജീവികളിലേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കേരള വനം വകുപ്പ് അതിനുള്ള ശ്രദ്ധ പതിപ്പിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സബ്ജക്റ്റിലെ ഒരു വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല ഞാൻ. വളരെ പരിമിതമായി മാത്രം കണ്ടും കുറച്ചധികം വായിച്ചുള്ള അറിവുകൾ മാത്രമാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ളത്. ഒരുപക്ഷെ ഞാൻ അനൂപ് സാറൊക്കെ ഓൺലൈനിൽ കണ്ടു. അദ്ദേഹം ഇതിനെ ഡയറക്റ്റ് ആയിട്ട് കുറെ MSc കാലഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അവരുടെ കൂടെ ഇൻപുട്ടുകൾ നമുക്കിതിൽ പ്രതീക്ഷിക്കാം. ആദ്യമായിട്ട് പെരിയാർ ഫൗണ്ടേഷൻ വനം വകുപ്പിനും ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിനുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതിനുള്ള അവസരം കൈവരാനുള്ള ഒരു കാരണം നേരത്തെ ശ്രീമതി റെനി സൂചിപ്പിച്ച പോലെ തന്നെ കേരള വനം വകുപ്പിന് വേണ്ടി നമ്മളൊരു KFR ഒരു പ്രൊജക്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒട്ടറുകളെ സംബന്ധിച്ചുള്ള, കേരളത്തിലെ നീർനായകളെ സംബന്ധിച്ചുള്ള ഒരു 2 വർഷത്തെ ഒരു പദ്ധതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കോൺഫ്ലിക്റ്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായി തന്നെ നീർനായകളുമായി ബന്ധപ്പെട്ട കുറച്ച് സംഘർഷം കേരളത്തിന്റെ പല ഭാഗങ്ങളും റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരത്തിലൊരു പ്രൊജക്ട് രൂപീകരിക്കാൻ ഇടയായത്. അതൊരുവിധം ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഈ ടോക്കിൽ ഞാൻ നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്നവരെ ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ച് എക്സ്പേർട്സും സീനിയേഴ്സും ഉണ്ടെങ്കിൽ കൂടി വളരെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ കൗതുകമുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുന്നത്. ഒരുപാട് എക്സ്പേർട്സ് ഉള്ള ഒരു ഗ്രൂപ്പിനും ഇതിനെക്കുറിച്ച് അറിയാൻ കൗതുകമുള്ള വളരെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനും തമ്മിൽ സംസാരിക്കുന്നതിന് വലിയ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും താഴത്തെ ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്, കാരണം നമ്മുടെ സമയവും ലിമിറ്റഡ് ആണ്. അപ്പോ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ നീർനായ്ക്കളുടെ വൈവിധ്യത്തെ കുറിച്ചിട്ട്, അവയുടെ ബയോളജി വളരെ ചെറുതായിട്ടൊന്ന് സംസാരിച്ചു പോകുന്നു. അവയുടെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നും ഇതിൽ നമുക്ക് കൺസർവേഷന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പൊതുവായൊരു വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിതിൽ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ചു, ഒട്ടേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ നീർനായ്ക്കളെ പുഴകളിലെ അല്ലെങ്കിൽ നമ്മുടെ ജലാശയങ്ങളിലെ ടൈഗർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ അങ്ങനെ കമ്പാരിസന്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈഗർ എപ്പോഴും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും ഒരു അംബ്രല സ്പീഷീസ് പോലെ കുറെ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മൊത്തം ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷന്റെ ഒരു എസ്പെഷ്യലി ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലെ ഒരു വലിയ അംബ്രലയായിട്ടാണ് നമ്മുടെ ടൈഗേഴ്സിനെ കണക്കാക്കുന്നത്. അതേപോലെ നമ്മുടെ ജലാശയങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും നദികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു അപ്പെക്സ് പ്രിഡേറ്റർ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ നീർനായകളെ കാണുന്നത്. അത് ഫുഡ് ചെയിനിന്റെ ഏറ്റവും ടോപ്പായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ജീവിയാണ്. അവിടെ അവർക്ക് കാര്യമായ പ്രിഡേറ്റേഴ്സ് ഒന്നുമില്ല. മനുഷ്യരാണ് ആകെയുള്ള ഒരു എതിരാളി എന്ന് പറയാൻ പറ്റുന്നത്. വളരെ റെയർ ആയിട്ട് മുതലയൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള 1-2 റിപ്പോർട്ടുകൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അറിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള, അതും കുട്ടികളെ ആയിരിക്കാം ഒരു പക്ഷെ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള പ്രിഡേറ്റേഴ്സ് ആണ് അവിടുത്തെ. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം, ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അനിമൽ ആയതുകൊണ്ട് തന്നെ അവയുടെ സാന്നിധ്യം ആ മൊത്തം ആവാസ വ്യവസ്ഥയുടെ ഒരു ഇൻഡിക്കേറ്റർ എന്നായിട്ട് കാണാൻ നമുക്ക്. എക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടൈഗേഴ്സ് ഓഫ് റിവേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ജീവികൾ കാണുന്ന ഹാബിറ്റാറ്റുകളുടെ പ്രിസർവേഷന് വേണ്ടിയിട്ട് നമുക്ക് മുൻഗണനകൾ നിശ്ചയിക്കാൻ ഈ ജീവിയുടെ സാന്നിധ്യം നമ്മളെ സഹായിക്കാറുണ്ട് ഹാബിറ്റാറ്റ് പ്രിസർവേഷന് വേണ്ടി.
അതിന്റെ കൂടെ തന്നെ ഇവയുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും എക്കോ ടൂറിസം ആക്ടിവിറ്റികൾക്കായാലും എഡ്യൂക്കേഷൻ പർപ്പസിനായാലും ഒക്കെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് എപ്പോഴും കേൾക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ കൗതുകത്തിനപ്പുറത്തേക്ക് എന്താണ് ഈ ജീവി കൊണ്ടുള്ള ഒരു ഗുണം, എന്താണ് എക്കോസിസ്റ്റം സർവീസ് എന്താണ് എന്ന നിലയ്ക്കുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അക്വാട്ടിക് സിസ്റ്റത്തിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു പ്രിഡേറ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫിൽട്ടറിങ്ങും നടത്തുന്നതിന് കഴിവുള്ള ഒരു ജീവിയാണ്. അനാവശ്യമായിട്ടുള്ള അവിടുത്തെ ഫിഷ് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങളിൽ വന്നു ചേരുന്ന ഇൻവേസീവ് ആയിട്ടുള്ള പ്രത്യേകിച്ചും ഫിഷ് അല്ലെങ്കിൽ ക്രാബ് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ജീവികളുണ്ടെങ്കിൽ അതിനെല്ലാം തിന്നു തീർക്കുന്നതിൽ ഇവ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ന്യൂട്രിയൻ സൈക്ലിംഗ്, വാട്ടർ ഫിൽട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ജീവികളാണ്. അപ്പോൾ പൊതുവെ ഇവ ഒരു ജലാശയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം വളരെ നല്ലതാണെന്നും മികച്ചതാണെന്നും തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങൾ ഒരു സസ്റ്റൈനബിൾ ആയിട്ടാണ് നമ്മൾ നിലനിർത്തിയിട്ടുള്ളത്. പൊതുവെ മനുഷ്യരും വന്യജീവികളും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവെ ഇതിനെ തിരിച്ചറിയാൻ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ചിലർക്ക് തീരെ പരിചിതമല്ലാത്ത ആളുകൾ ഒരു പക്ഷേ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചെങ്കീരി, കോമൺ ഗെയിം മംഗൂസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ചിലർക്ക് ഉണ്ടായേക്കാം, അതേപോലെ ബാംസിമിറ്റ് ഒക്കെ ആയിട്ട്. പക്ഷെ പൊതുവെ വളരെ ഈസി ആയിട്ട് ഇവയെ അതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മിക്കവാറും ഇവർ വെള്ളത്തിൽ മാത്രം കാണുന്നതുകൊണ്ട് കരയിലധികം കാണാൻ സാധിക്കാത്തവരായിരിക്കും, തല മാത്രം കാണുന്നതായിരിക്കും. അതുകൊണ്ടുള്ള ചില ഇഷ്യൂസ് ആണ്. അതർവൈസ് ഇവയെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിന്റെ ഒരു ഡൈവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകത്താകെ ഇപ്പോൾ നിലവിൽ കാണുന്നത് 13 ഇനം ഒട്ടറുകളാണ്. ഒട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാർണിവോർസ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ മസ്റ്റുലിഡ്സ് എന്ന് പറയുന്ന ഇപ്പൊ നമ്മുടെ നീലഗിരി മാർട്ടിൻ, ബാഡ്ജേഴ്സ് ഇതൊക്കെ വരുന്ന ആ ഗ്രൂപ്പിൽ തന്നെയാണ്. അതിനകത്ത് കീഴിലുള്ള ഒരു ല്യൂട്രിനെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ് ഇവർ വരുന്നത്. ചില സ്പീഷീസുകളുടെ എക്സ്റ്റിങ്ഷൻ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ മാപ്പിൽ നിങ്ങൾക്ക് ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂട്രയുടെ 2 സ്പീഷീസുകൾ ഇതിൽ നിന്ന് അപ്രത്യക്ഷരായിട്ടുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതാണ് കാണുന്നത്. അതേപോലെ നമുക്ക് ഒരു പ്രധാനമായിട്ടും കാണുന്ന ഇവയുടെ ജീനസുകൾ എന്ന് പറയുന്നത് യൂത്രയ്ക്ക് പുറമെ നമുക്ക് ലോൺട്ര എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ ആനിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഇതിനകത്ത് വളരെയധികം വൈവിധ്യം ഉണ്ട്. ഈ 13 എണ്ണം ആണെങ്കിൽ പോലും നമുക്കറിയാം വളരെ വലിയ സൈസിൽ വളരെ ലാർജ് ആയിട്ടുള്ള നമ്മുടെ ജയന്റ് ഒട്ടർ കാണുന്നുണ്ട്. ഏറ്റവും മുകളിൽ തന്നെ കാണുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ഏറ്റവും ചെറുതായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന, സൗത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ഏഷ്യൻ സ്മാൾ ക്ലോഡ് ഒട്ടർ എന്ന് പറയുന്ന ജീവി മലമ്പ്രദേശങ്ങളിൽ കാണുന്ന ഈ നീർനായയും ഇതുപോലെ വളരെ ചെറിയ തൊട്ട് വളരെ വലുത്. അവയുടെ കളർ ഏകദേശം ഒരു എല്ലാത്തിനും ഒരു ചാര കളർ ആണെങ്കിൽ കൂടി അതാണ് മെയിൻ കളറെങ്കിൽ കൂടി പലതരത്തിലുള്ള പാറ്റേണുകളാണ് ശരീരത്തിൽ കാണപ്പെടാറുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ഇവയ്ക്ക് ഒരു വളരെ നാരോ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കാണുന്ന ഒട്ടറുകൾ നമ്മുടെ പ്രദേശത്തില്ല. കുറച്ചുകൂടി യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രദേശത്ത് കാണുന്ന ഒട്ടറുകൾ ചിലതുണ്ട്. നമ്മുടെ ഏഷ്യയിൽ 5 ജാതി നീർനായകളെ കാണുന്നുണ്ട്. നമ്മുടെ ഇവിടെ കാണുന്ന ഏഷ്യൻ സ്മാൾ ക്ലോഡ് കാണുന്നുണ്ട്, അതേപോലെ യൂറേഷ്യൻ ഉണ്ട്, അതേപോലെ സ്മൂത്ത് കോട്ടഡ്. ഇവിടെ മലയാളം പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് മല നീർനായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും ചെറിയ നീർനായ നമ്മുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇരവികുളം, അതേപോലെ തന്നെ നമുക്ക് പെരിയാറിലൊക്കെ ഇവിടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നത്, നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നത്, ഇൻക്ലൂഡിങ് നമ്മുടെ കോൾ വെറ്റ് ലാൻഡ്സ് അല്ലെങ്കിൽ വേമ്പനാട് ലാൻഡ്സ്കേപ്പിലൊക്കെ കാണുന്നത് നമ്മുടെ സ്മൂത്ത് കോട്ടഡ് ഒട്ടർ എന്ന് പറയുന്നതാണ്. മൂന്നാമത്തെ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് യൂറേഷ്യൻ ഒട്ടർ ആണ്. നമുക്കിവിടെ കാണുന്ന കുറച്ചും കൂടെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. കൂടാതെ ഏഷ്യയിൽ നമുക്ക് ജപ്പാന്റെ ഒക്കെ ഭാഗത്തായിട്ട് നമുക്ക് സീ ഓട്ടറിനെ കാണാറുണ്ട്. അതേപോലെ തന്നെ ഹെയറി നോസ്ഡ് ഓട്ടർ എന്ന് പറയുന്ന വേറെ സ്പീഷീസും കൂടെ കാണുന്നുണ്ട്. ഇങ്ങനെ 5 സ്പീഷീസ് ആണ് നമുക്ക് ഏഷ്യയിലുള്ളത്. ഇത് ഞാൻ സൂചിപ്പിച്ച പോലെ
ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും കാണുന്നത് 3 സ്പീഷീസ് ആണ്. ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന സ്മൂത്ത് കോട്ടഡ് ഒട്ടർ, അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ മധ്യഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഒട്ടുമുക്ക പ്രദേശങ്ങളിലും സെൻട്രൽ ഇന്ത്യയിലും നോർത്ത് കുറിച്ച് ഹയർ ആൾട്ടിറ്റ്യൂഡ് ഒഴികെ ബാക്കി സൗത്ത് ഈസ്റ്റ് ഏഷ്യ മൊത്തം പരന്നു കിടക്കുന്ന ഒരു സ്പീഷീസ് ആണ്. വ്യാപകമായിട്ട് കാണുന്ന ഒരു സ്പീഷീസ്. അത് ഏഷ്യയിലെ തന്നെ ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് ഒട്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും ചെറിയ ഒട്ടർ ലോകത്തിലെ തന്നെ അതിന്റെ ഒരു വളരെ ചെറിയ സൈസിലാണ് അതിനെ കാണുന്നത്. അത് കുറച്ചുകൂടി വ്യാപകമായ ഡിസ്ട്രിബ്യൂഷൻ, നമുക്കൊരു ഡിസ്റ്റിങ്ക്ട് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ നമുക്ക് വെസ്റ്റേൺ ഘട്ടിന്റെ ഉയരം കൂടിയ കാടുകളിൽ ഇത് കാണുന്നുണ്ട്, ഹിമാലയത്തിൽ കാണുന്നുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പരന്ന കുറെ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ജീവിയാണ് ഈ നീർനായ, നമ്മളെ മല നീർനായ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ സ്പീഷീസ് യൂറേഷ്യൻ ഓട്ടർ. അതേപോലെ തന്നെ റഷ്യ അടക്കമുള്ള വലിയ യൂറോപ്പിന്റെ ഭാഗങ്ങളിലേക്കും ചൈന അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ തുടങ്ങി വളരെയധികം പരന്നു കിടക്കുന്ന ഒരു നീർനായ സ്പീഷീസ് ആണ്. ഇത് വൺ ഓഫ് ദ വളരെ ഷൈ ആണ്, നൊക്ടേണൽ ആയിട്ട് കാണപ്പെടുന്നതാണെന്നാണ് അറിയപ്പെടുന്നത്. വളരെ വൈഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇന്ത്യയിലും ധാരാളം സ്ഥലങ്ങൾ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലത്ത് ഏറ്റവും ആദ്യകാല റെക്കോർഡുകളിൽ 3 സ്പീഷീസ് ഉണ്ടായിരുന്നു മുൻപ് റെക്കോർഡ് ചെയ്തിരുന്നു. യൂറേഷ്യൻ ഒട്ടറിനെ പിന്നെ കുറെ കാലം നമ്മുടെ ലിസ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് 2002 നമ്മൾ ചിന്നാറിലൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് NCF നാച്ചുറൽ കൺസർവേഷൻ ഫൗണ്ടേഷൻ വാൾപ്പാറയിൽ വെച്ച് ഒരു ഡെഡ് സ്പെസിമെൻ കണ്ട് അതിനെ DNA പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത് വെസ്റ്റേൺ ഘട്ടിൽ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷം പിന്നീട് ഇപ്പോൾ നമുക്ക് ചില ഫോട്ടോഗ്രാഫിക് റെക്കോർഡുകൾ ഇരവികുളത്തുനിന്നും ചിന്നാറിന്റെ ബോർഡറിൽ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കേരളത്തിലെ 3ാമത്തെ സ്പീഷീസ് ആയിട്ട് നമുക്കതിനെ തീർച്ചയായിട്ടും നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നീർനായയാണ്. ഇപ്പൊ ഇവിടെ ഈ മിക്കവാറും വെള്ളത്തിൽ കാണുന്നതുകൊണ്ട് ഇവയുടെ ഐഡന്റിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് മിക്കവാറും ഇവരുടെ മുഖം മാത്രം കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് ദൂരെ അല്ലെങ്കിൽ കരയിൽ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയോ ആണ് നമുക്ക് ഇവിടെ കാണാറ്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ നമുക്ക് ഇതിനെ ആശ്രയിക്കാവുന്നത് ഒന്ന് ഇതിന്റെ സൈസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഉയരം കൂടിയ കാടുകളിൽ മാത്രമാണ് സൈസ് കൊണ്ടും ഏഷ്യൻ ഒട്ടറിനെ കാണപ്പെടുന്നത്. യൂറേഷ്യൻ ഒട്ടർ വളരെ ചെറിയ സ്ഥലങ്ങളിൽ വളരെ റയർ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ താഴെ ഉള്ള പ്രദേശങ്ങളിലെല്ലാം കാണുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്മൂത്ത് കോട്ടഡ് ഒട്ടർ തന്നെയാണ്. ഇനി സയന്റിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവയുടെ മുഖത്തിന്റെ നമ്മുടെ ഈ നോസിന് തൊട്ട് ചേർന്ന് ഈ അധികം മാമൽസിൽ കാണുന്ന ഒരു സ്ഥലമാണ് ഈ റൈനേറിയം എന്ന് പറയുന്ന ഈ ഭാഗം. അതിന്റെ ഷേപ്പിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഒരു സയന്റിഫിക് ഐഡന്റിഫിക്കേഷന് വേണ്ടി ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. വളരെ ക്ലോസ് ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ അതിന്റെ മുഖത്തിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഇവിടെ കാണുന്ന 3 സ്പീഷീസ്. പലതരം ആവശ്യങ്ങൾക്ക് പലതരം മിത്തുകള് എല്ലാം ഈ ഒട്ടറിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ലോകവ്യാപകമായിട്ട് ഇത് മനുഷ്യ സമൂഹമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഈ ജീവിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പൊ ഇവരുടെ ഒരു മീൻ പിടുത്തക്കാരൻ ആയതുകൊണ്ട് തന്നെ മീനെ പിടിക്കാനുള്ള കഴിവ് കാരണം കൊണ്ട് ഇവയെ ധാരാളമായിട്ട് ഫിഷിങ്ങിന് വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ധാരാളം റെക്കോർഡുണ്ട്. പ്രത്യേകിച്ചും സെൻട്രൽ യൂറോപ്പിലായാലും നോർത്ത് അമേരിക്കയിലായാലും സ്കാൻഡിനേവിയൻ കൺട്രികളിലായാലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എല്ലാ ഭാഗങ്ങളിലും ഈ ജീവിയെ മീൻപിടുത്തത്തിന് വേണ്ടി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് നമ്മുടെ ഹിസ്റ്റോറിക്കലായ റെക്കോർഡുകൾ പറയുന്നത്. ഇപ്പോൾ ഈ വലതുവശത്ത് കാണിച്ചിട്ടുള്ള ചിത്രം എന്ന് പറയുന്ന സുന്ദർബൻസിൽ ബംഗ്ലാദേശ് മീൻപിടുത്തക്കാർ ഇപ്പോഴും ഇതിനെ മീനിനെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവര് ഈ യജമാനെ മറന്ന് ഇടയ്ക്ക് കിട്ടുന്ന മീനിനെ കഴിക്കും, തിരിച്ച് ഇവിടെ കൊണ്ടു കൊടുക്കാതെ അപ്പോൾ അടിയൊക്കെ കിട്ടുന്നതൊക്കെ സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള വീഡിയോകളും ചിത്രങ്ങളൊക്കെ വളരെ റീസെന്റ് ആയ കാലത്ത് പോലും നമുക്ക് കാണാൻ ഇന്റർനെറ്റിൽ പരിധിയായി കിട്ടുന്നതാണ്. ഒട്ടർ എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് നമ്മുടെ ഫോക്ക് ലോറിൽ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി നിൽക്കുക. ഒരു ചെറിയ ഒരു സെർച്ച് ഒട്ടർ എന്ന കീവേഡ് ഉപയോഗിച്ച് ലോകത്ത് കാണുന്ന പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചൊരു സെർച്ച് നടത്തുകയാണ്. ഇത്രയും വ്യാപകമായിട്ടുള്ള വേറെ ഏതെങ്കിലും ലിറ്ററേച്ചറിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഒട്ടറിന്റെ കഥ തൊട്ട് ഒരു പെറ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അതിനെ ഒരു
കാർട്ടൂൺ കഥാപാത്രം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സേവിയർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കൊക്കെ കുട്ടികളുടെ കഥകൾ തൊട്ട് വലിയ നോവലുകളിലൊക്കെ ഈ ജീവി പല രാജ്യങ്ങളിലും പല ഭാഷകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇവയെ കുറിച്ചുണ്ട്. പല രീതിയിലുള്ള, എല്ലാം സയന്റിഫിക് ആയിക്കോണമെന്നില്ല, പക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ജീവി എന്നുള്ളതാണ്. അത് മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിന്, ഇത് വളരെ ഒരു ചെറിയ ഗ്രൂപ്പാണെന്നും കൂടി, വെറും 13 സ്പീഷീസ് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത്രയും വ്യാപകമായിട്ട് മനുഷ്യരുടെ കൾച്ചറിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ജീവിവർഗമാണ്. അതേപോലെ ഇതിനെ സംബന്ധിച്ച് പുസ്തകങ്ങളിൽ നിന്ന് തന്നെ പല മൂവികൾ ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല ചില സിനിമകൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരും ഈ ഇവരും തമ്മിലുള്ള, വന്യജീവികൾ അല്ലെങ്കിൽ ഈ പെറ്റും തമ്മിലുള്ള, പെറ്റായിട്ടുള്ള ഒരു ജീവിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അവയെ ഒരു കാർട്ടൂണിസ്റ്റിക് കഥാപാത്രങ്ങളായിട്ടൊക്കെ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. വളരെ പോപ്പുലറായ പുസ്തകങ്ങളെല്ലാം ഇത് കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇത്തരം പറഞ്ഞു വരുന്നത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജീവിവർഗമാണ് നീർനായ്ക്കൾ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ പലതരം മിത്തുകളിൽ, ഇപ്പോ കഴിഞ്ഞ തവണ പെരിയാർ ഫൗണ്ടേഷൻ നടത്തിയ ടോക്കിൽ നമ്മുടെ KFRA തന്നെ സ്റ്റുഡന്റ് ആയിട്ടുള്ള നിതിൻ വവ്വാലുകളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് അവയുമായി ബന്ധപ്പെട്ട ഒരുപാട് മിത്തുകൾ, എങ്ങനെയാണത് സിനിമകളിലും അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മിത്തോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് അവർ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് നിതിൻ പറയുകയുണ്ടായി. ഏറെക്കുറെ അതിന് തുല്യമോ അതിൽ കൂടുതൽ നമ്പറോ ആയിട്ട് നമുക്ക് പഴയ ഹിസ്റ്റോറിക്കൽ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നീർനായ്ക്കളുടെ കഥകൾ നമുക്ക് കാണാൻ പറ്റും. പലതിനകത്തും ഇവയെ ഒരു തരത്തിൽ വളരെ സേക്രഡ് ആയിട്ടുള്ള, ഉന്നതമായിട്ട് തന്നെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അവയ്ക്ക് പലതരം കഴിവുകൾ ഉള്ളതുപോലെ പല, പ്രത്യേകിച്ചും സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ മിത്തുകൾ ഇന്ത്യൻ കൾച്ചറിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവ ഒരു കാലത്ത് വളരെയധികം എണ്ണം കൂടുതലുണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ വളരെയധികം മിത്തിക്കലായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് ഇവർ വരുന്നുണ്ട്. സാധാരണക്കാരുടെ മാത്രമല്ല, അവിടുത്തെ ട്രൈബ്സിന്റെ കാര്യങ്ങളിലായാലും ഒക്കെ ഇത് വരുന്നുണ്ട്. ഇവൻ അത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ ഹാരി പോട്ടർ പോലുള്ള സീരീസിലൊക്കെ ഒട്ടർ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. വളരെയധികം ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ജീവി എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. ടർക്കാത് ഒട്ടർ എന്നുള്ള ബ്രിട്ടീഷ് നോവലുണ്ട്, പിന്നീട് സിനിമയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് കൾച്ചറിൽ ഇതിൽ ഈ ജീവി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഈ ഒട്ടറിന്റെ ഒരു ഫാമിലി വളരെ ക്ലോസ് ആയിട്ട് ഇവരൊരു സോഷ്യൽ സ്ട്രക്ചറിൽ ജീവിക്കുന്ന ജീവികളായതുകൊണ്ട് അത്തരത്തിലുള്ള ബോണ്ടുകൾ ഒക്കെ ആയിട്ട് ഇവയെ കാണിക്കാൻ വേണ്ടിയിട്ടും ഇത്തരം മിത്തുകളിൽ ഇവർ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇനി പൊതുവായിട്ട് ഇതിന്റെ ഒരു ബയോളജിയുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം എന്ന് ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് കേൾക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിലെ മിക്കവാറും എല്ലാ കോണ്ടിനെന്റ്സിലും നമുക്ക് ഓസ്ട്രേലിയയിലോ അന്റാർട്ടിക്കയിലോ ഒഴികെ ബാക്കി എല്ലായിടത്തും, ന്യൂസിലാൻഡിൽ പോലും ഒരു കുഞ്ഞു ദ്വീപിൽ ഇത് കണ്ടതായിട്ട് കാണുന്നുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവ വളരെ വൈഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിലായാലും കോസ്റ്റൽ എൻവിറോൺമെന്റിലായാലും ഇവയെ കാണുന്നുണ്ട്. ഇവ രണ്ട് രീതിയിലും അക്വാട്ടിക് ആയാലും ടെറസ്ട്രിയൽ ആയുള്ള ലൈഫിന് വേണ്ടി വളരെയധികം അഡാപ്റ്റഡ് ആയിട്ടുള്ള ജീവികളാണ്. എക്സലന്റ് സ്വിമ്മേഴ്സ് ആണ് അവര്. ഇതിനടിയിലേക്ക് ഊളിയിട്ട് പോയി മീൻ പിടിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ജീവിയും കൂടെയാണത്. അപ്പോൾ ഈ രണ്ട് ഹാബിറ്റാറ്റിന്റെയും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇന്റർഫേസിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇവയുടെ സർവൈവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കരയും അതേപോലെ തന്നെ നമുക്ക് അക്വാട്ടിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റുകളും അതുമായി ചുറ്റിപ്പറ്റി കാണുന്ന മൈക്രോ ഹാബിറ്റാറ്റ്സ്, അത് ഇവയ്ക്ക്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായിട്ട് ഇവ നമ്മുടെ ഈ പുഴകളുടെ തീരത്ത് കാണുന്ന നാച്ചുറലായിട്ട് കാണുന്ന ചില പൊത്തുകളോ അളകളോ അല്ലെങ്കിൽ വലിയ മരങ്ങളുടെ ഹോളോസ് അല്ലെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിലുള്ള സ്ഥലങ്ങൾ ഇവയൊക്കെ ഇവരുടെ ഒരു ഡെന്നായിട്ട് ഉപയോഗിക്കുന്നു. അവർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ കുട്ടികളൊത്ത് ജീവിക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട നദികളിലെല്ലാം തന്നെ ഇവയുടെ സാന്നിധ്യം കാണാൻ പറ്റും. നമുക്ക് ചാലിയാറിലുണ്ട്, ഭാരതപ്പുഴയിലുണ്ട്, പെരിയാറിലുണ്ട്, കരുവന്നൂർ, ചാലക്കുടി, കോൾവെറ്റ് ലാൻഡ്സിൽ, നീലച്ചിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇവ കാണുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവ നേരിടുന്നുണ്ട്. അവയെക്കുറിച്ച് നമ്മൾ കൺസർവേഷൻ ഇഷ്യൂസ് പറയുമ്പോൾ നമുക്ക് സൂചിപ്പിച്ചുമ്പോൾ എന്താണ് ഇവർ കഴിക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഈ അക്വാട്ടിക് സിസ്റ്റത്തിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് പ്രിഡേറ്റർ എന്നുള്ള നിലയ്ക്കാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഇവർ കഴിക്കുന്നത് ഫിഷ് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് എന്ത് കിട്ടിയാലും കഴിക്കുക എന്നുള്ള ഒരു രീതിയാണ്. അത്ര വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആംഫീബിയൻസ് ആയാലും ക്രസ്റ്റേഷ്യൻസ് ആയാലും മോളസ്കുകളായാലും ചിലപ്പോൾ ചെറിയ സസ്തനികളെയൊക്കെ ഇവരുടെ ഭക്ഷണത്തിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ മജോറിറ്റിയും നമുക്ക് ഫിഷ് തന്നെയാണ് അതിൽ കാണുന്നതായിട്ട് അതേക്കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഹണ്ടേഴ്സ് ആണ് ഇവര്. അതിന് കാർണിവോർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ആ പടത്തിൽ കാണിച്ച പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീത്ത് അവർക്കുണ്ട്. അതുകൊണ്ട് ജോസും അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള താടി എല്ലുകളൊക്കെയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പിടിക്കാനും കൺസ്യൂം ചെയ്യാനും കൈകാര്യം ചെയ്യാനും വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു ജീവിയാണ്. പൊതുവായിട്ടുള്ള ബിഹേവിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവര് വളരെ സോഷ്യൽ ആയിട്ടുള്ള അനിമൽസ് ആണ്. ചെറിയ ചെറിയ ഫാമിലി ഗ്രൂപ്പുകളിലാണ് ജീവിക്കുന്നത്. അത് ഓരോ സ്പീഷീസിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. ചിലതിനകത്താണെങ്കിൽ 3 or 4 എണ്ണം തൊട്ട് ചിലപ്പോൾ 2 എണ്ണം തൊട്ട് മുകളിൽ 20, 22 വരെയൊക്കെ നമ്പർ കാണുന്ന പല സ്പീഷീസുകളും കാണപ്പെടുന്നുണ്ട്. ഇവ ഭയങ്കര പ്ലേഫുൾ ആയിരിക്കും. അതായത് ആഘോഷിക്കുകയാണ്. വെള്ളത്തിൽ ചാടി നമുക്കിപ്പോ വെള്ളത്തിൽ ചാടാൻ കിട്ടിയ അവസരം പോലെ തന്നെ അതിലേറെ ഭംഗിയായിട്ട് ഭയങ്കര സ്പോർട്ടി ആയിട്ട് ആക്റ്റീവായിട്ട് വെള്ളം എൻജോയ് ചെയ്യുന്ന ജീവികളാണ്. അവർക്ക് പലതരത്തിലുള്ള ഒരു സോഷ്യൽ അനിമലിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള സോഷ്യൽ ബിഹേവിയേഴ്സും ഇവരുടെ കൂട്ടത്തിൽ കാണാൻ പറ്റും. പരസ്പരം ഗ്രൂമിങ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് വോക്കലൈസേഷൻസ്, അതേപോലെ ഗ്രൂപ്പ് ഹണ്ടിങ്, ഇതെല്ലാം ആക്റ്റീവായിട്ട് കോപ്പറേറ്റീവ് ബിഹേവിയേഴ്സിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ കൂടിയാണ് ഈ ജീവി. അത് ഏത് തരത്തിൽ അവരുടെ ബ്രീഡിംഗ് സിസ്റ്റത്തിലൊക്കെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. പല സ്പീഷീസുകളിലും റയർ ആയതുകൊണ്ട് തന്നെ അത്തരം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ശബ്ദങ്ങൾ അവരുണ്ടാക്കും. ചിർപ്പിംഗ് അല്ലെങ്കിൽ വിസിൽസ്, ഗ്രോൾസ്, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരെ കാണുമ്പോൾ പോലും പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഗ്രോൾസ് ഒക്കെ അവർ പുറപ്പെടുവിക്കുന്നതായി കാണാറുണ്ട്. അവയുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനും വോക്കലായിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഇവിടെ റീപ്രൊഡക്റ്റീവ് രീതികൾ എങ്ങനെയാണ്, അവരുടെ പ്രത്യുൽപാദന രീതികൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ള ത്രൂ ഔട്ട് ദ ഇയർ തന്നെ അവർക്ക് ബ്രീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. റിസോഴ്സസ് അവൈലബിൾ ആണെങ്കിൽ അവര് ത്രൂ ഔട്ട് ദ ഇയർ തന്നെ ബ്രീഡിങ് നടക്കും. വളരെ ചെറിയ ഒരു ജസ്റ്റേഷൻ പീരീഡ് ആണ് അവർക്കുള്ളത്. ഒരു പക്ഷേ ലിറ്ററിൽ ചിലപ്പോൾ സ്പീഷീസിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ട്. 1 മുതൽ ചിലപ്പോൾ 5 or 6 കുട്ടികൾ വരെ ഉണ്ടാവുന്ന സ്പീഷീസുകളുണ്ട്. ജനിക്കുമ്പോൾ അവർ ബ്ലൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ആവശ്യം വരും. പക്ഷെ ഒരു കോപ്പറേറ്റീവ് ലൈഫ് ആയതുകൊണ്ട് ഈ കുട്ടികളെല്ലാം അവരുടെ കൂടെ കൂടി വളരെ പെട്ടെന്ന് തന്നെ സ്വിം ചെയ്യാനും ഹണ്ടിങ്ങിനും ഒക്കെ അവര് പഠിച്ചെടുക്കുന്നു. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ബയോളജി എന്ന് പറയാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ലോകത്ത് ഇത്രയും 13 സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഫോക്കസ് ചെയ്ത് ധാരാളം റിസർച്ച് പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു എലൂസീവ്നെസ് കാരണം ചില സ്പീഷീസുകളിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ള മെത്തേഡ്സ് ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട്
കണ്ടുപഠിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും, വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇവയുടെ സ്റ്റാറ്റസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഇപ്പോഴും ഒരു പൂർണ്ണമായ വിവരം ഇല്ല എന്നാണ് വളരെ റീസെന്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ സൂചിപ്പിക്കുന്നത്. ഓരോ സ്പീഷീസും കൃത്യമായിട്ട് ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ട്, ചില സ്ഥലങ്ങളിൽ മുൻപ് റെക്കോർഡ് ചെയ്ത സ്ഥലങ്ങളിൽ ഇവരുടെ എക്സ്റ്റിങ്ഷനും നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ സ്റ്റാറ്റസ് സർവേ എന്നുള്ള സാധനം പലപ്പോഴും ഇവരുടെ കാര്യത്തിൽ ആബ്സെന്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ പ്രധാനമായിട്ടും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ തുടക്കകാലം തൊട്ട് ഡോക്ടർ SA ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലുള്ള ചമ്പൽ സാങ്ച്വറിയിലും ബാക്കി റിവറൈൻ സിസ്റ്റത്തിലും ഹിമാലയൻ റിവർ സിസ്റ്റത്തിലും ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് സ്റ്റുഡൻസ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിസക് പ്രകാശിനെ പോലെയുള്ള ആളുകൾ കാവേരി എക്കോസിസ്റ്റത്തില് തമിഴ്നാട് എന്നുള്ള ചില റിസർച്ചേഴ്സ്, കർണാടകയിൽ നിന്ന് റിസർച്ചേഴ്സ് എല്ലാം സിസ്റ്റത്തിലെ കുറെ പഠനങ്ങൾ, പ്രത്യേകിച്ചും ഇവയുടെ സ്റ്റാറ്റസ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്മൂത്ത് കോട്ടഡ് ഓട്ടറിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ അവിടെ ഹാബിറ്റാറ്റ് സെലക്ഷനെ കുറിച്ച് ഏതെല്ലാം തരത്തിലുള്ള ഹാബിറ്റാറ്റ്സ് ആണ് അവർ പഠിക്കുന്നത് എന്നുള്ളത് നോർത്തിൽ കോർബറ്റിലായാലും നമ്മുടെ തന്നെ പെരിയാർ ടൈഗർ റിസർവിലായാലും ഇതിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അതിന് ഹുസൈൻ സാറിന്റെ കൂടെ പഠനം നടത്തിയിട്ടുള്ള നമ്മുടെ അനൂപ് സാർ തന്നെയാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ ടോക്കിന്റെ അവസാനം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇൻപുട്ടുകൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ സ്മാൾ ക്ലോഡ് ഓട്ടറിനെ കുറിച്ചുള്ള പഠനവും ഡോക്ടർ SA ഹുസൈനിനകത്ത് എഴുകുളം അതേപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവിലും നടന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ഇവ കാടിനകത്തുള്ള പഠനങ്ങളാണ്. കാടിന് പുറത്ത് കാണുന്ന പ്രത്യേകിച്ച് നമ്മുടെ സ്മൂത്ത് കോട്ടഡ് ഓട്ടറിനെ കുറിച്ച് കാര്യമായ പഠനങ്ങളും അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ ത്രെട്ട് നേരിടുന്നത് ഇത്തരം ഹാബിറ്റാറ്റ്സിലാണ്. അതേപോലെ മനുഷ്യരുമായിട്ട് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നതും ഇത്തരം ഹാബിറ്റാറ്റ്സിലാണ്. പൊതുവെ ഇവയുടെ ഒരു കൺസർവേഷനെ ബാധിക്കുന്നത് നമുക്ക് അക്വാകൾച്ചർ പറയാം, മാംഗ്രൂവ് ഹാബിറ്റാറ്റ്സുകളുടെ നഷ്ടം പറയാം, വെറ്റ്ലാൻഡുകൾ നഷ്ടപ്പെടുന്നത് കാണാം. ഹയർ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ ഒരുപാട് ഡാമുകൾ കിട്ടുന്നത് മൂലം ഇവർക്കുണ്ടാകുന്ന അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്നവരുടെ മൂവ്മെന്റിനെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിഷിംഗ്, ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ, മനുഷ്യരുമായിട്ടുള്ള സംഘർഷങ്ങൾ, ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇതിനെക്കുറിച്ച് കാര്യമായ പഠനങ്ങൾ ഈ മേഖലയിലൊന്നും അധികം നമ്മുടെ സിസ്റ്റത്തിൽ നടന്നിട്ടുള്ള ഇല്ല എന്നതാണ് ഒരു സത്യം. നേരത്തെ സൂചിപ്പിച്ചു തന്നെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ത്രെഡിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യാപകമായി ഇപ്പോഴും ഇവയുടെ പോച്ചിങ് ലോകവ്യാപകമായി നടക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പിന്നീട് വരാം. അതേപോലെ തന്നെ ഇവ ഒരു പ്രധാന മീൻപിടുത്തക്കാരൻ ആയതുകൊണ്ട് അവരുടെ എതിരാളി നമ്മുടെ മനുഷ്യർ തന്നെയാണ്. ഫിഷർമെനുമായിട്ട് അല്ലെങ്കിൽ ഫിഷേഴ്സുമായിട്ട് നിരന്തരമായിട്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ വലിയ വലകൾ സ്ഥാപിച്ചുകൊണ്ട് പുഴകളിലൊക്കെ മീൻ പിടിക്കുന്ന ആളുകളുടെ വലകൾ കടിച്ചു മുറിക്കുക, അതേപോലെ പുതുതായിട്ട് നമ്മുടെ സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന മത്സ്യക്കൂട് കൃഷി തുടങ്ങിയ പുതിയ രീതികൾ, അവയിൽ ഇവരുടെ കൂടുകൾ അല്ലെങ്കിൽ വലകൾ കടിച്ചു മുറിക്കുക, കോൺഫ്ലിക്റ്റിൽ നയിക്കുക, അതിൽ നിന്നുള്ള ഒരു റിറ്റാലിയേഷന്റെ ഭാഗമായിട്ട് ഇവയ്ക്ക് വിഷം വെച്ച് കൊല്ലുന്നതൊക്കെ ആയിട്ട് പല ഭാഗങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹാബിറ്റാറ്റ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ രീതിയാണ് നമ്മുടെ പുഴകളെ സംരക്ഷിക്കുക, വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. അതിന്റെ പുഴയോരങ്ങളിലുള്ള മുഴുവൻ മരങ്ങളും നമ്മൾ വെട്ടിമാറ്റി അവിടെ ഒന്നുകിൽ നമ്മുടെ കയർ കൊണ്ടുള്ള മാറ്റ് വിരിച്ച് അതിന്റെ ആമച്ച നടുക, അല്ലെങ്കിൽ അവിടെ കരിങ്കല്ല് വെച്ച് നമ്മൾ ഭിത്തി കെട്ടുക, ഇതൊക്കെയാണ് നമ്മുടെ പുതിയ രീതി. ആ രീതിയിലാണ് നമ്മൾ പുഴയെ സംരക്ഷിക്കുന്നത്. പക്ഷെ അത് അത്തരം രീതി വരുമ്പോൾ ഇവയ്ക്ക് താമസിക്കാനുള്ള ഹൈഡുകൾ അല്ലെങ്കിൽ ഇവരുടെ ഡെൻസ് ഉണ്ടാക്കാനുള്ള ഇടങ്ങൾ നഷ്ടപ്പെടുന്നു. അതേപോലെ ഇത്തരം പുഴയുടെ തീരങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന മീനുകളോ അല്ലെങ്കിൽ ഞണ്ടുകളോ പോലുള്ള ജീവികളുടെ എണ്ണം കുറയുന്നു. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഇവയെ ബാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് പൊല്യൂഷൻ എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൽ വളരെയധികം, ഇപ്പൊ നമുക്ക് കൊച്ചി ടൗണിനടുത്ത് പോലും പലപ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇവരെ കണ്ടിട്ടുണ്ട്.
പക്ഷെ പൊല്യൂഷൻ എന്നുള്ളത് ലോകവ്യാപകമായിട്ട് ഇവയെ ബാധിക്കുന്ന ഒരു ബയോ അക്യുമുലേഷൻ, ഒരു പ്രോപ്പർഡേറ്റർ ഫിഷിന്റെ പ്രധാനപ്പെട്ട ഫുഡ് ഫിഷ് ആയതുകൊണ്ട് തന്നെ അതുവഴിയുള്ള ഇവരിലേക്ക് എത്തുകയും അത് അവരെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഒട്ടാസിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഇല്ലീഗൽ ആയിട്ടുള്ള പെറ്റ് ട്രേഡ്. അത് ഇപ്പോഴും വളരെ വ്യാപകമാണ്. നമ്മുടെ കേരളം പോലുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അത്ര ഇല്ലെങ്കിൽ പോലും നോർത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത് വളരെ വ്യാപകമായി കാണുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഇഷ്യൂ ആണ്. നേരത്തെ സൂചിപ്പിച്ചു ഫിഷ് പോണ്ട് ഓണേഴ്സുമായിട്ടുള്ള പൊതുവായിട്ടുള്ള പുഴകൾ മാത്രമല്ല, ആളുകൾ ഇതിനു വേണ്ടി തന്നെ ഫിഷ് വളർത്താൻ വേണ്ടി തന്നെ, മീൻ വളർത്താൻ വേണ്ടി തയ്യാറാക്കിയുള്ള കുളങ്ങളിൽ ഇവർ റെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ട്. പൊതുവെ ഇവരുടെ ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ചും മത്സ്യസമ്പത്തിന്റെ കുറവ് അല്ലെങ്കിൽ ബാക്കി ഫുഡ് അവൈലബിലിറ്റി കുറയുന്നതും ഇവയ്ക്ക് ഒരു പ്രധാന ത്രെട്ടായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ 13 സ്പീഷീസുകളുടെയും കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ IUCNന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഒഴികെ ബാക്കി 12 എണ്ണവും വളരെ ഹയർ ഗ്രേഡിലുള്ള IUCN കാറ്റഗറികളിലാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം, ഇതിൽ അവസാനമായിട്ട് കൊടുത്തിരിക്കുന്ന 5 എണ്ണം എൻഡേഞ്ചേർഡ് സ്പീഷീസ് ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത്. 2 എണ്ണം വൾണറബിൾ കാറ്റഗറിയിലാണ്. അടുത്തൊരു 5 എണ്ണം പിന്നീട് വരുന്നത് ക്ലിയർ ത്രെട്ടൻഡ് ആണ്. അമേരിക്കൻ ആയിട്ടുള്ള നോർത്ത് അമേരിക്കൻ റിവർ ഒട്ടർ മാത്രമാണ് റിലീസ് കൺസേൺ എന്ന രീതിയിൽ കുറച്ചും കൂടെ പോപ്പുലേഷൻ ഉള്ളതായിട്ട് കാണുന്നത്. നമ്മുടെ പ്രദേശത്ത് കാണുന്ന യൂറേഷ്യൻ ഒട്ടർ ക്ലിയർ ത്രെട്ടൻഡ് ആണ്. അതേപോലെ സ്മൂത്ത് കോട്ടഡ് ഒട്ടറും ഏഷ്യൻ ക്ലോഡ് ഒട്ടറും വൾണറബിൾ കാറ്റഗറിയിലാണ് വരുന്നത്. അവരുടെ ഒരു പോപ്പുലേഷൻ സ്റ്റാറ്റസ് വളരെ റീസെന്റ് ആയിട്ടുള്ള അസസ്മെന്റിലൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാത്തിനും ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഡിക്രീസിങ് എന്നുള്ളതാണ്. ഇത് ഒരു അലാമിങ് സിറ്റുവേഷൻ ആണ്. നമ്പേഴ്സ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ അസസ്മെന്റിലും. അതിന്റെ കൂടെ തന്നെ യൂറേഷ്യൻ ഒട്ടറിന്റെ കേസിലാണെങ്കിൽ തന്നെ ക്ലിയർ ത്രെട്ടൻഡ് ആണെങ്കിൽ കൂടി അവ പല ഏരിയയിലും ഒരു വയബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അല്ല. ജസ്റ്റ് ഫോർ നെയിം സേക്ക് റെക്കോർഡിലുണ്ടെന്ന് മാത്രം കൺഫേം ചെയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അതായത് ഷോയിങ് ഷ്രിങ്കിങ് ഏരിയ ഹാബിറ്റാറ്റ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സീ ഓട്ടറിന്റെ കേസിലായാലും ഇത്തരത്തിലുള്ള ഒരു ഹാബിറ്റാറ്റ് ഷ്രിങ്കേജ് കാണപ്പെടുന്നുണ്ട്. ഹണ്ടിങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ചില പ്രധാനപ്പെട്ട ത്രെട്ടുകൾ ഒന്നുകൂടെ സൂചിപ്പിച്ചു പോകാന്ന് വിചാരിക്കുന്നു. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഇവയുടെ ഹണ്ടിങ് വളരെ പോപ്പുലർ ആണ്. നേറ്റീവ് ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവയുടെ, പ്രത്യേകിച്ച് ഇതിനെ ഉപയോഗിക്കുന്ന ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ ഈ രോമങ്ങൾ ഭയങ്കര ഡെൻസിറ്റി, ഒരുപാട് ഡെൻസിറ്റി കൂടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു സെന്റിമീറ്റർ ഏരിയയുടെ ഉള്ളിൽ തന്നെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹെയർസിന്റെ എണ്ണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തണുപ്പ് ഉള്ള രാജ്യങ്ങളിലൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണ്. രാഫാറിനെ ഉപയോഗിച്ചുകൊണ്ട് അത് നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കുന്ന ഹണ്ടിങ് നടത്തുകയും അത് യൂറോപ്യൻസ് ആയാലും അമേരിക്കൻസ് ആയാലും എല്ലാവരും ഇതിനെ പർച്ചേസ് ചെയ്തത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് പ്രോസസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വെൽഫെയർസിന്റെ ഒരു ഭാഗം കൂടിയാണ്. അവിടെ മാത്രമല്ല, ചൈന പോലുള്ള രാജ്യങ്ങളിലും ഇത് വളരെയധികം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതിന് സ്കിൻ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് മാത്രമല്ല, ഹണ്ടിങ്ങിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡുകൾ തന്നെ ഒരു 1300 1400 സമയത്തൊക്കെ തന്നെ ഇതിന്റെ ഹണ്ടിങ് നടത്തിക്കൊണ്ടിരുന്നു. അതിന് വേണ്ടി പ്രത്യേകം ചില ഈ ഒരു പർട്ടിക്കുലർ ഒട്ടർ ഹണ്ട് എന്ന് പറയുന്ന ഒരു ബ്രീഡ് അതിന് മറ്റു പല നായ്ക്കളുടെയും പലതരം ക്യാരക്ടേഴ്സ് ചേർന്നിട്ടുള്ള ഒരു നായയാണ്. അത് ഹണ്ടിങ്ങിന് വേണ്ടി ഇതിനെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇതും ഈ ജീവിയും ഈ നായയും ഇപ്പോൾ വംശനാശത്തിന്റെ വളരെ എണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു ജീവിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പേര് പോലും ആ രീതിയിലാണ് ഒട്ടറിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. ഹണ്ടിങ് ചിത്രങ്ങളെല്ലാം നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മുകളിൽ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ബോർഡർ ഏരിയാസിലൊക്കെ എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ്. വളരെ റീസെന്റ് ആയിട്ടുള്ള പടങ്ങളാണ്. നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ആൾക്കാരോ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹണ്ടിങ് വളരെ പോപ്പുലർ ആണ്. ഇതിന്റെ കുറച്ച് കണക്കുകൾ ഞാൻ താഴെ സൂചിപ്പിക്കാം.
ഇത് നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഭാഗമായിട്ട് ട്രാഫിക് ഇല്ലീഗൽ ട്രേഡ് സീസ് ചെയ്ത പ്രോഡക്റ്റിന്റെ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ 1980-കളിലൊക്കെ ഉള്ള കണക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പാറ്റേൺ കാണുന്നുണ്ട്. ഈവൻ ലൈവ് ആയിട്ടുള്ള അനിമൽസിന്റെ ട്രേഡ് പോലും പല സ്ഥലങ്ങളിലും സീസ് ചെയ്ത് എടുത്തതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ഡെഡ് ആയിട്ടുള്ള അനിമൽസിന്റെ ഇതിൽ കുറവൊന്നും വന്നിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ ഉള്ളത്. അതേപോലെ തന്നെ ഇത് ഒരു കൺട്രി ലെവൽ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ലൈവ് ട്രേഡ് നടക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. ഇന്തോനേഷ്യ അല്ലെങ്കിൽ മലേഷ്യ, തായ്ലൻഡ് അല്ലെങ്കിൽ വിയറ്റ്നാം പോലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, അത് ഫിലിപ്പൈൻസിലുണ്ട്. ഇത്തരം രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും ലൈവായിട്ട് നമ്മുടെ നായ്ക്കളുടെ ട്രേഡ് നടക്കുന്ന സ്ഥലങ്ങളാണ്. അതേപോലെ അവരുടെ ഡെഡ് ആയിട്ടുള്ള സ്പെസിമെൻസ് അതിന്റെ പറയെടുക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ട്രേഡ് വ്യാപകമായിട്ട് പിടിച്ചെടുത്ത ഒരു കണക്കാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഇന്ത്യയെ എങ്ങനെ ഇത് ബാധിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള നേപ്പാൾ പിടിച്ചെടുത്ത ഒരു കണക്കാണ്. 1989 മുതൽ 2017 വരെ ഏകദേശം 755ഓളം എണ്ണം സ്കിന്നുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ അവിടെ തന്നെ ടിബറ്റിന്റെ ഒരു ഭാഗത്തുനിന്ന് ഏകദേശം ഈക്വൽ നമ്പർ, അതിൽ കൂടുതൽ നമ്പർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു ചൈനീസ് കണക്ഷൻ ഇതിനകത്തുണ്ട്. ഇപ്പോ ഈ ട്രാഫിക്കിന്റെ കണക്ക് പ്രകാരം മൊത്തം ഇത്തരത്തിലുള്ള ഒട്ടന്റെ ഡെഡ് അല്ലെങ്കിൽ ലൈവ് സീസേഴ്സിന്റെ 16ഓളം ഏഷ്യൻ രാജ്യങ്ങളിലെടുത്ത കണക്ക് പ്രകാരം അതിന്റെ ഒരു 53% നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ഡൽഹിയിൽ നിന്ന്, ഡൽഹി എയർപോർട്ട് അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള നമ്പറാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു പീരീഡിൽ ഒഫീഷ്യൽ റെക്കോർഡ് പ്രകാരം, അതായത് ട്രാഫിക് സിഗ്നറ്ററി ആയിട്ടുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണ്. അപ്പൊ ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഒരു പക്ഷെ കണക്കിൽപ്പെടാത്ത കച്ചവടങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിൽ ഈ പീരീഡിൽ 88ഓളം ഇൻസിഡന്റിൽ ഏകദേശം 3275ഓളം 76ഓളം ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ അവരുടെ സ്കിന്നിനെ കണ്ടെത്തിയതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ചൈനീസ് മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മുടെ ബോർഡേഴ്സ് ഇവരുമായിട്ട് നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ് റീജിയൻ അല്ലെങ്കിൽ ഇത്തരം ചൈന ബോർഡറിലൊക്കെയാണ് ഇത് നടക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന ഈ സ്കിൻ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാണുന്ന 3 സ്പീഷീസ് ഉണ്ട്. യൂറേഷ്യൻ, സ്മാൾ ക്ലോഡ്, മൂക്കോട്ടഡ്, കൂടാതെ സുമാത്രയിലും സൗത്തിലും കാണുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ കാണുന്ന ഹെയറി നോസ്ട്രോപ്റ്റം. ഇതിന്റെയും വലിയ തോതിലുള്ള ട്രേഡ് നടക്കുന്നുണ്ട്. അതിനുശേഷം ഇത് 15 വരെയുള്ള കണക്കാണ് പറഞ്ഞത്. അതിന് ശേഷമുള്ള കണക്കുകളും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വളരെ വ്യാപകമാണ്. ലൈവ് ആയിട്ടുള്ള സെയിലുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യയിലും മലേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഓൺലൈനിൽ ഈവൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ലൈവ് ആയിട്ടുള്ള ഓട്ടേഴ്സിനെ വിൽപ്പനയ്ക്ക് വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഫോളോ ചെയ്തിട്ട് ഇതിനെ സീസർ ചെയ്തതായിട്ടും ധാരാളം റെക്കോർഡുകളുണ്ട്. ഇനി നമ്മൾ ജപ്പാൻകാരെ എല്ലാ കാര്യത്തിലും ബഹുമാനിക്കുന്ന ആളുകളാണ്. അവരുടെ ഒരു ഡെയിലി ലൈഫ്, അവരുടെ വൃത്തി അല്ലെങ്കിൽ അവരുടെ റൂട്ടീൻസിനെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും. പക്ഷെ ഒട്ടറിന്റെ കാര്യത്തിൽ അവരോട് ചെറിയ തോതിലുള്ള വിരോധം തോന്നേണ്ട ഒരു കാര്യമാണ്. വളരെ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സാധനമാണ് അനിമൽ കേക്കുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ചായ കുടിക്കാൻ പോവാം, അതിന്റെ കൂടെ നമുക്ക് ഈ ഒട്ടറിന്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത്, ഇത് കുറച്ചുകൂടെ പ്ലേഫുൾ ആയിട്ടുള്ള ഒരു പെറ്റ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും പല സ്പീഷീസും വളരെ ഇണങ്ങി ജീവിക്കുന്നുണ്ട്. ഒരു നായയോ അല്ലെങ്കിൽ പൂച്ചയോ പോലെയൊക്കെ അതിനെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ മേ ബി അവരുടെ ബ്രീഡിങ് നടത്തിയിട്ടായിരിക്കും അതിന്റെ സെക്കൻഡ് ജനറേഷൻ അത്രയും അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു അനിമലാണ്. അപ്പൊ അതുകൊണ്ട് വളരെ റീസെന്റ് ആയിട്ട് പോലും ജപ്പാനിൽ ഇത്തരത്തിലുള്ള ഈ ഒട്ടർ കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റു വൈൽഡ് ലൈഫിനുണ്ട്. പക്ഷെ ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇവയ്ക്ക് വേണ്ടി അവരുടെ കൂടെ ഫോട്ടോ എടുക്കുക, അവരുടെ കൂടെ കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന അവിടുത്തെ ഒരു പടമാണ്. അതിനെ ഡ്രസ്സൊക്കെ അണിയിച്ച് ചങ്ങലയൊക്കെ അണിച്ച് ഫീൽഡ് ട്രിപ്പിന് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു
രീതി, നമ്മൾ ഒട്ടറുടെ ഒക്കെ ആഘോഷിക്കുന്ന അവസരത്തിൽ അവർക്ക് ഒരു ദിവസം ഒട്ടറുടെ ആഘോഷിക്കാൻ കിട്ടുന്ന ഈ രീതിയിലൊക്കെയാണ് അവരുടെ ഒറിജിനൽ ഹാബിറ്റാറ്റിലോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇങ്ങനെ പോകാനുള്ള അവസരമാണ്. അപ്പോൾ ഇത്തരം രീതികളൊക്കെ ഇപ്പോഴും ഒട്ടേഴ്സുമായിട്ട് നിർണ്ണായകളുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മുടെ ഹ്യൂമൻ ഒട്ടർ ഇന്ററാക്ഷൻസിൽ നടക്കുന്ന മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം റിട്ടാലിയേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ പക വീട്ടാനുള്ള കൊല്ലൽ ധാരാളം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു ഗവേഷണത്വം എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു ലിറ്ററേച്ചർ പരിശോധിച്ച് വർക്ക് ചെയ്തപ്പോൾ കണ്ടൊരു പാറ്റേൺ ആണ്. ഇത് കുറയുന്ന ഒരു രീതിയല്ല, ഇപ്പോഴും കൂടിക്കൊണ്ട് തന്നെ ആയിരിക്കുകയാണ്. ഒരുപക്ഷെ റിസർച്ച് എന്നുള്ള 2015 ശേഷം ഒരുപക്ഷെ ആക്റ്റീവായിട്ടുള്ള റിസർച്ച് കാരണമായിരിക്കും, പക്ഷെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന്റെ നമ്പറും വളരെ കൂടുതലായിട്ട് വരുന്നത്. ധാരാളം ഹ്യൂമൻ ഒട്ടർ കോൺഫ്ലിക്റ്റുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് യൂറോപ്യൻ കൺട്രികളിലായാലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിലായാലും ധാരാളം ഉണ്ട്. ഇന്ത്യയിൽ നിന്നും കുറച്ച് പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പാറ്റേൺ. അത് ജനറൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റേഞ്ചിലെല്ലാം ഇത് ധാരാളം ഒരുപക്ഷെ നമുക്ക് മിസ്സിംഗ് ആയിട്ട് ഒന്ന് ചൈനയിലോ അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. പക്ഷെ അവിടെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവില്ല, കാരണം അവിടെ അത്രയും ഹണ്ടിങ് ഒക്കെ അത് അവരുടെ ഒരു പുറത്തു വരാത്ത രീതിയിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റഡീസ് ഒന്നും നമുക്ക് കാണാൻ ഇല്ല. അതേപോലെ തന്നെയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വളരെ കുറവാണ് പഠനങ്ങൾ. കൺസർവേഷന് വേണ്ടി ഇത്തരം സ്ഥലങ്ങളിൽ ഫോക്കസ് കുറവാണ്, അത് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുകൂടെ നമ്മൾ അതിന് കണക്കാക്കേണ്ടി വരും. കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതിന്റെ കൂടെ തന്നെ ഈ രേഖകൾ പ്രകാരം വലിയ തോതിലുള്ള മിക്കവാറും 11% പഠനങ്ങളിലും ഈ ഒട്ടേഴ്സിന്റെ മോർട്ടാലിറ്റി റിട്ടാലിയേറ്ററി കില്ലിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയ ശതമാനം കോൺഫ്ലിക്റ്റും ഏകദേശം ഒരു 43% കേസിലും ഫിഷറി സെക്ടറിലുള്ള, അതിന്റെ കൂടെ തന്നെ പ്രോപ്പർട്ടി രണ്ടും ഈക്വൽ എമൗണ്ട് അതേപോലെ വരുന്നുണ്ട്. അത് ഫിഷറി സെക്ടറിലുള്ള അവരുടെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫിഷിന്റെ ഡാമേജ് കണക്കാക്കിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചെറിയ തോതിൽ മനുഷ്യരെ ആക്രമിച്ചതായിട്ടും കേസ് കാണുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മിറ്റിഗേഷന് വേണ്ടി ചെയ്ത മെത്തേഡ്സ് നമ്മൾ ഇത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് കേരളത്തിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഇവിടെ മുൻകാലങ്ങളിൽ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊരു ഇപ്പൊ നമ്മൾ ആനയ്ക്കോ അല്ലെങ്കിൽ മറ്റു ജീവികൾക്കോ ചെയ്യുന്ന പോലെ കാലാകാലങ്ങളായിട്ട് മിറ്റിഗേഷൻ മെഷേഴ്സ് ഒന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തില്ല. മറ്റു രാജ്യങ്ങളിൽ എന്താണ് ഇത് ചെയ്യുന്നതെന്നുള്ള നോക്കുക എന്നുള്ളത് കൂടെ ആയിരുന്നു ഇതിന്റെ ഒരു ഉദ്ദേശം. ലോകത്തുള്ള ഈ 13 സ്പീഷീസിന്റെയും കോൺഫ്ലിക്റ്റ് സോൺസിൽ എന്തെല്ലാം തരത്തിൽ മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ് മനുഷ്യനും ഈ നിർണായകരും തമ്മിലുള്ള ഒരു സംഘർഷം കുറയ്ക്കാൻ ചെയ്യുന്നുള്ള പരിശോധിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത് അവരുടെ ഹാബിറ്റാറ്റ്സിന്റെ റീസ്റ്റോറേഷൻ, അത് കുറച്ചും കൂടെ ഒരു കൺസർവേഷൻ അവയർനെസ് ഉള്ള സ്ഥലങ്ങളും അത്തരത്തിലുള്ള ഒരു ഡ്രൈവും അവിടെ ഉള്ളതുകൊണ്ട് അതൊക്കെ സാധ്യമാവുന്നുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇവരുടെ ട്രാൻസ്ലൊക്കേഷൻ വലിയ തോതിൽ നടത്തുന്നുണ്ട്, കള്ളിങ് നടത്തുന്നുണ്ട്, ഈ ഡോഗ്സിനെ ഉപയോഗിച്ചിട്ട് ഇവര് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അതേപോലെ പലതരത്തിലുള്ള റിപ്പലൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള പല ബാരിയേഴ്സ്, ഫെൻസിങ്, ചില സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ആയിട്ടുള്ള ഫെൻസുകളുണ്ട്, അല്ലെങ്കിൽ നെറ്റുകള്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവർക്ക് രണ്ടാമത് ആക്രമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ട്രക്ചറോട് കൂടിയ എക്യുപ്മെന്റുകൾ, ഇതൊക്കെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. ഇനി ഇത്രയും ത്രെട്ടുകളെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഈ 13 സ്പീഷീസുകളെയും പൊതുവായിട്ട് നമുക്ക് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ജലാശയങ്ങളുടെയും നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെയും നിലനിൽപ്പിന്റെ ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്ക് ഒരു ആവശ്യമാണ്. അതുകൊണ്ടുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ IUCN ഒട്ടർ കൺസർവേഷൻ സ്ട്രാറ്റജി പ്രകാരം തന്നെ അവർ ജനറൽ ആയിട്ട് കാറ്റഗറി ചെയ്തിട്ടുള്ളതിൽ ഇതിൽ ഇപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മോണിറ്ററിങ് പോപ്പുലേഷൻ സ്റ്റാറ്റസ് അറിയുന്നില്ല. പല സ്ഥലങ്ങളിലും ലോക്കൽ എക്സ്റ്റിങ്ഷൻ നടക്കുന്നുണ്ട്. അത് പഠന വിധേയമാണ്. അതിനെ ഫോക്കസ് ചെയ്ത് ഉള്ള ഒരു ആക്ഷനിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അതേപോലെ നിലവിലുള്ള ഇവയുടെ
ഹാബിറ്റാറ്റ്സിനെ റിവേഴ്സ് ആയാലും വെറ്റ്ലാൻഡ്സിലായാലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു കേരള കോണ്ടെക്സ്റ്റിൽ എന്താണെന്നുള്ള ഒരു ഇംപ്ലിക്കേഷൻ എന്നുള്ളതിലേക്ക് ഞാൻ വരാം. അതുപോലെ കോൺഫ്ലിക്ട് മിറ്റിഗേഷൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുക. ഇല്ലീഗൽ ട്രേഡ് നമ്മുടെ സൗത്തിൽ അത്ര വലിയ തോതിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അത് ലോക നിലവാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള, നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കോമൺ ആണ്. അതേപോലെ ഏറ്റവും കീ ആയിട്ടുള്ളത് ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരാൻ പോകുന്നത് കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെന്റ് ആണ്. കാരണം കാടിനുള്ളത് അകത്തുള്ളതിന് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയേക്കാം, പക്ഷെ വലിയൊരു ശതമാനം ഈ നമ്മുടെ സ്മൂത്ത് വാട്ടർ ഡോട്ടറിന്റെ പോപ്പുലേഷനും പുറത്താണ്. അല്ലെങ്കിൽ ഈവൻ കാടിനകത്ത് പോലും ചില ടൂറിസം സോണുകളിലൊക്കെ മറ്റ് സ്പീഷീസുകളും കാണുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് വളരെ അലോങ് വിത്ത് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നമ്മുടെ പോളിസി ലെജിസ്ലേഷൻ ലെവലിൽ ഈ സ്പീഷീസിന് കൂടെ കൺസിഡറേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ സംരക്ഷണം, വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നുള്ളത് നമുക്ക് കാടിനകത്തേക്കോ ഒക്കെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈവൻ നമ്മുടെ ചെക്ക് ഡാമുകളൊക്കെ നിർമ്മിക്കുന്നത് കാടിന് പുറത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ കൂടി അത് ഈ ജീവികളെ കൂടെ കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള ഇമ്പാക്ട് അസസ്മെന്റുകളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ആ സിസ്റ്റത്തിന്റെ മൊത്തം ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഈ കേരളത്തിലെ നമ്മുടെ ഒരു പഠനത്തിന്റെ ഇതും കൂടെ പറഞ്ഞിട്ട് പോവാം. കേരളത്തിൽ ഇപ്പോൾ റീസെന്റ് ആയി ഇത്തരം പഠനങ്ങൾ കുറവായതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചു പോവാം എന്ന് വിചാരിച്ചു. നമ്മൾ കേരളത്തിലെ മിക്കവാറുള്ള റിവർ സിസ്റ്റം നമ്മൾ സർവേ ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമുക്ക് നോർത്തിൽ കണ്ണൂരിലെ ചില ഭാഗങ്ങൾ, ചാലിയാർ പുഴയുടെ ഭാഗങ്ങൾ, അതിന്റെ ചില സബായിട്ടുള്ള കടലുണ്ടിപ്പുഴ, ഒലിപ്പുഴ പോലുള്ള പുഴയുടെ തീരങ്ങൾ, അതേപോലെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെരുവല്ലൂർ പുഴ, അതേപോലെ ചാലക്കുടി പുഴ, സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൾ വെറ്റ്ലാൻഡ്സ്, പെരിയാറിന്റെ എക്കോസിസ്റ്റം, നിലച്ചിലാർ, ഇങ്ങനെയുള്ള പുഴയുടെ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇവയുടെ സാന്നിധ്യം കാണാം. പ്രത്യേകിച്ച് കോൾ വെറ്റ്ലാൻഡ്സിൽ ഇതിന്റെ പ്രാധാന്യം, നമ്മുടെ കോൾ വെറ്റ്ലാൻഡ്സിന്റെ ഒക്കെ ഒരു കൺസർവേഷൻ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അവിടെ സൂചിപ്പിച്ചതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ that is very important because it's a key umbrella species എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് അതിനെ ഈ എക്കോസിസ്റ്റത്തിൽ കാണാൻ പറ്റും. ഇനി നമ്മുടെ പുഴകളുടെ ഒരു ആരോഗ്യം, ഇത് ഭാരതപ്പുഴ എന്നുള്ള ഒരു ചിത്രമാണ്. നമ്മുടെ മുൻകാലങ്ങളിൽ മണൽ വാരുകയും അതിന്റെ ഭാഗമായിട്ട് ഈ മണൽത്തിട്ടകൾ ഒക്കെ പോവുകയും ചെയ്ത് അവിടെ അധിനിവേശ സസ്യങ്ങൾ ആദ്യകാലത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പം അവിടേക്ക് വലിയ തോതിലുള്ള ഉയരം കൂടിയ പുല്ലുകളൊക്കെ വരികയും ഇതിനെ സ്ഥിരമായിട്ട് കത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് സ്ഥിരമായിട്ട് നീർനായകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് പാലക്കാട് ജില്ലയുടെ നോർത്തേൺ പാർട്ടിലൊക്കെ നീർനായകളെ ഈ തീയിൽപ്പെട്ടിട്ടൊക്കെ ചത്തതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവെയുള്ള പരിസ്ഥിതിക്കുള്ള പ്രശ്നം പോലെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇത്തരത്തിലുള്ള സ്പീഷീസുകളെ കൂടെ, അതേപോലെ തന്നെ ഈ ഭാഗത്ത് ദേശാടനക്കിളികളെ ബാധിക്കുന്നതൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുഴ വീണ്ടെടുക്കൽ എന്നുള്ളത് സൈഡ് കെട്ടൽ, കരിങ്കല്ല് വെച്ച് കെട്ടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കയർ ഭൂവസ്ത്രം അണിയിക്കുന്നതും ഒക്കെ നമുക്ക് ഇത്തരം ജീവികളുടെ നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ മാംഗ്രൂവ് സിസ്റ്റത്തിൽ ഇവരുടെ ഡെൻ ധാരാളം കാണാറുണ്ട്. അപ്പൊ അവിടെ ടൂറിസം അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കയ്യേറ്റം നടന്നത് കാരണം ഇവയുടെ വലിയ ഇന്റർവെൻഷൻ ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു. പക്ഷെ ഇതെല്ലാം കുറെ സ്ഥലങ്ങളിൽ ഈവൻ കായലിലായാലും കുറച്ച് ഉള്ളിലേക്ക് സ്ഥലങ്ങളായാലും പോലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു കൃത്യമായുള്ള നാഥനില്ലാത്ത ഒരു അവസ്ഥയുള്ളത് കൊണ്ട് അവിടെ ഇവ വലിയ തോതിലുള്ള ത്രെട്ട് നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ ഫിഷർ മെന്നുമായിട്ടും ഉള്ള കോൺഫ്ലിക്റ്റുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഈ താഴെ കാണിച്ചിരിക്കുന്നത് ഈ റിവറൈൻ സിസ്റ്റത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇവയുടെ ഡെൻസ് ആണ്. അതിനെ ഹോൾട്ട് എന്നോ കൗച്ച് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതെല്ലാം ഇത്തരത്തിലുള്ള ഈ മണൽ വാരരോ അല്ലെങ്കിൽ സൈഡിലുള്ള വെജിറ്റേഷൻ റിമൂവ് ചെയ്യുന്നതോടുകൂടി നഷ്ടപ്പെടുകയും അവയുടെ
ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് നാശം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം പുതിയതായിട്ടുള്ള റിപ്പോർട്ട് പറയുന്നത് മിക്കവാറും എല്ലാ നദികളിലും മണൽ വരാനുള്ള പെർമിറ്റ് കുറച്ചു കാലത്തിന് ശേഷം വരാൻ പോകുന്നു എന്നുള്ളത് ഈ ജിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിന് പഠനങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ്. മണലിന്റെ അളവ് എത്രയാണെന്ന് നോക്കി മാത്രം അത് വരാൻ തീരുമാനിക്കുന്ന രീതിയാണ് നമുക്ക് കാണുന്നത്. വളരെ റെയർ ആണെങ്കിൽ പോലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. കടലുണ്ടി വെച്ചുണ്ടായ ഒരു ഇതാണ്. കടലുണ്ടി ഭാഗത്തുള്ള ചില പോണ്ടുകളിൽ അല്ലെങ്കിൽ ചെറിയ തോടുകളിലൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ 6ഓളം അനിമൽസ് അവിടെ ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചു. വളരെ റെയർ ആയിട്ടാവും, പക്ഷെ ഇങ്ങനെയും ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള സൂചിപ്പിക്കാണ്ട് കോഴിക്കോട് 2023 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇത് പറയുന്നത്. ഇതേപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്കൊരു ഡയറക്റ്റ് എവിഡൻസ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ സൂചനകൾ പലയിടത്തും ഇതിനെ പോയിസൺ ചെയ്തിട്ട്, പ്രത്യേകിച്ചും ഫിഷറി സെക്ടറിൽ ഈ ചീനവലകൾ അല്ലെങ്കിൽ കൂട് കൃഷിയൊക്കെ ചെയ്യുന്ന ഈ കോൾ വേമ്പനാട് ലാൻഡ്സ്കേപ്പുകളിൽ ഇവയുടെ ഇത്തരത്തിലുള്ള പോയിസണിങ് നടക്കുന്നതായിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് ലഭ്യമാണ്. ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്നത് ചില പ്രദേശങ്ങൾ നീർനായ കടിച്ചു എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു 2-3 സ്ഥലങ്ങളിൽ ഇതിന്റെ വ്യാപകമായിട്ടുള്ള ആക്രമണം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിലെ ഈ നമ്മുടെ എന്നും നിന്റെ മൊയ്തി എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുഴയാണ് ഈ ഇരുവഞ്ഞിപ്പുഴ എന്ന് പറഞ്ഞ പുഴ. ഈ പുഴയുടെ തീരത്ത് പ്രത്യേകിച്ച് മുക്കം അതുമായി ബന്ധപ്പെട്ട 2-3 പഞ്ചായത്തുകളിൽ വളരെ വ്യാപകമായിട്ട് ഇവയുടെ കടിയേൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക കാലയളവിലാണെന്നുള്ളത് ഉള്ള റീസൺ എന്താണെന്നുള്ളത് അറിയില്ല. അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. അത് ഒരു പാനിക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ ആളുകൾക്ക് റാബീസ് വരാനുള്ള സാധ്യത മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കണിവൂറായതുകൊണ്ട് തന്നെ ഇതിന് എല്ലാവർക്കും അതിനുള്ള പിന്നെ ഇഞ്ചക്ഷൻ വാക്സിൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ് ചെയ്യുന്നതിനുള്ള കോമ്പൻസേഷൻസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. അത് രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇവരുടെ വലകൾ മുറിച്ചും മാറ്റുന്ന രീതി അല്ലെങ്കിൽ ഈ കൂട് കൃഷിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇത് ഈ ഡാമേജിനുള്ള റിട്ടാലിയേഷൻ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രദേശങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ എത്രമാത്രം ഇന്റൻസീവ് ആണെന്ന് നോക്കാൻ വേണ്ടി ഇത് പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളാണ്. കോഴിക്കോട് ജില്ലയിൽ ആണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് വന്നുള്ളത്. തൃശ്ശൂരിന്റെ ചില ഭാഗങ്ങളിൽ, എറണാകുളത്ത്, മലപ്പുറത്ത്, കോട്ടയം, ആലപ്പുഴ ഭാഗങ്ങളിലെല്ലാം നായകളുടെ കടിയേറ്റിട്ട് പല ഭാഗങ്ങളിലും പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവരുടെ കടിച്ചു എന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട് മുക്കം ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മീനച്ചിലാറ്റിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പെരിയാറിന്റെ ചില ഭാഗങ്ങളിൽ, ആലപ്പുഴയുടെ ചില കോളിന്റെ ഭാഗങ്ങളിലൊക്കെ ഇത്തരം റെക്കോർഡുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000-2003 വരെയൊക്കെയാണ് ഈ റിപ്പോർട്ടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിരുന്നത്. അതിനുശേഷം വളരെ റീസെന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളമായിട്ട് ഇത്തരം റിപ്പോർട്ടുകൾ കാണുന്നില്ല. അപ്പോൾ പ്രാദേശികമായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴും ഇപ്പോൾ ഇത് ആബ്സെന്റ് ആണെന്നാണ് പറയുന്നത്. നല്ലൊരു റീസൺ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺ ആണോ എന്താണെന്നുള്ള, എന്തായാലും നീർനായ പൊളിറ്റിക്കൽ റീസൺ കാരണം കടിക്കാനും കടിക്കാതിരിക്കാനും സാധ്യതയില്ല. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഏറ്റവും പുതിയ അവസ്ഥ ആ പ്രദേശത്ത് നിന്ന്. നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചില ഒബ്സർവേഷൻ അത് എത്രമാത്രം ശരിയാണെന്നല്ല, ഇതിന് കൃത്യമായൊരു ലിറ്ററേച്ചർ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇവിടെ ഇപ്പൊ മറ്റു ചില സോഷ്യൽ അനിമൽസിന്റെ ഇടയിലായാൽ പോലും ഈ അഗ്രസീവ് ആയിട്ടുള്ള ചില സിംഗിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഈ ഒരു മുക്കം ഭാഗത്തു നിന്ന് റെക്കോർഡ് ചെയ്താണ്. ഇത് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള നമ്മളൊരു ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു അനിമലാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ. ഇതിന് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കും പറയാൻ അറിയില്ല. പക്ഷെ പ്രാദേശികമായിട്ട് അവർ പറയുന്നു ഈ അനിമലാണ് ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഇവൻ വരുന്നത്, ഇവനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെന്നുള്ളത്. അപ്പം ഇത് ഇനിയും താൽക്കാലികമായിട്ട് ഇപ്പൊ കേസുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഒരുപക്ഷെ നമ്മൾ ചില
ആനകളെയോ അല്ലെങ്കിൽ ബാക്കി ജീവികളൊക്കെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഇത് ചെയ്യേണ്ട അവസ്ഥ, സെലക്റ്റീവായിട്ട് ചെയ്യേണ്ട അവസ്ഥ ഒരു പക്ഷെ വന്നേക്കാം. അതിന് റെഗുലർ ആയിട്ടുള്ളൊരു മോണിറ്ററിങ് ആവശ്യമുണ്ട്. അത് ഈ വിഷയം പഠന വിധേയമാക്കേണ്ടതാണ്. സാധാരണ ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്ന പക്ഷേ ഇത് ഒറ്റയ്ക്ക് വരികയും അല്ലെങ്കിൽ ലീഡർ എന്നുള്ള നിലയ്ക്ക് വന്നിട്ട് അവിടെ കുളിക്കാൻ ഇറങ്ങുന്ന ആളുകളെയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അലക്കാൻ ഇറങ്ങുന്ന ആളുകളെയാണ്, വസ്ത്രം കഴുകാൻ ഇറങ്ങുന്ന ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത്. അതിന് ഒരു മിറ്റിഗേഷൻ മെഷറിലേക്ക് പോകാനുള്ള ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അലക്ക് കടവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെള്ളം കൂടുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കരയിലായിരിക്കും. പക്ഷെ വെള്ളം ഇറങ്ങി വേനൽക്കാലം ആകുമ്പോൾ അങ്ങ് പുഴയിൽ നീർച്ചാല് മാത്രം ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഈ ഒരു കെട്ടിയടച്ചൊരു സ്ട്രക്ചർ ഉണ്ടാക്കി ഒരു കുളിക്കടവ് ഉണ്ടാക്കുക എന്നുള്ള ഒട്ടും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് എന്തായിരിക്കും വേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അനിമൽ ബിഹേവിയറും കൂടെ പഠിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അത് പ്രത്യേകിച്ചും ഒട്ടറിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള, നായകളെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്റർനാഷണൽ ഒട്ടർ സർവൈവൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ ഒട്ടറിനെയൊക്കെ ആഘോഷിക്കാൻ വലിയ മുൻകൈ എടുത്തിട്ട് വന്നിട്ടുള്ള ഒരു വലിയ ഓർഗനൈസേഷൻ ആണ്. പല രീതിയിലുള്ള ഫണ്ടുകൾ കൊടുക്കാറുണ്ട്. അതേപോലെ IUCN ഒട്ടർ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഏഷ്യയിലാണെങ്കിലും ഈ IOSF-മായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒട്ടർ കൺസർവേഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ഇന്ത്യയിലും പല ഓർഗനൈസേഷൻസ് ഇതിന്റെ ഭാഗമാണ്. താല്പര്യമുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് അതിലൊക്കെ പങ്കുചേരാവുന്നതാണ്. ഇത്രയാണ് തൽക്കാലത്തേക്ക് പറയാനുള്ളത്. വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ മറ്റു എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ കൂടിയുള്ളത് കൊണ്ട് അവരുടെ കൂടെ അഭിപ്രായത്തിലേക്കും ചർച്ചയിലേക്കും പോകാമെന്ന് കരുതുന്നു. താങ്ക് യു.